തിരുനക്കര ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പുതിയ വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ പെരുമാറ്റച്ചട്ടത്തിന് മുൻപ് തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. അന്ന് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുകയും ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്ത ആ സമയത്താണ് പെട്ടെന്ന് പെരുമാറ്റച്ചട്ടം വന്നത്. പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഡേറ്റ് വന്നതോടുകൂടി നമുക്ക് ആ എസ്റ്റിമേറ്റ് ടെൻഡർ ചെയ്യാനൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബഹുമാന്യായ കളക്ടർക്ക്, ജില്ലാ കളക്ടർക്ക് നമ്മൾ കത്ത് കൊടുത്തു. ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ സമയത്ത് നമുക്കിത് ചെയ്യുവാനുള്ള ഒരു അനുമതി ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കത്ത് കൊടുക്കുകയും അതിന് മറുപടിയായി പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രം അവിടെ പണി ആരംഭിച്ചാൽ മതി എന്ന് നമുക്ക് റിപ്ലൈ തരികയും ചെയ്തു. അതിനുശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഉടൻ തന്നെ നമ്മൾ കൗൺസിൽ കൂടുകയും ആ കൗൺസിലിൽ ഈ അജണ്ട നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നേ ദിവസം നമുക്ക് ആ അജണ്ട ചർച്ചയ്ക്കെടുക്കുന്നതിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കൗൺസിൽ കൂടുവാനായിട്ട് ഇന്നേ ദിവസം അജണ്ട വെച്ചിട്ടുണ്ട്. ആ അജണ്ടയിൽ ഏറ്റവും ആദ്യത്തെ വിഷയമായിട്ട് തന്നെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും. ഇത് കോട്ടയം നഗരസഭയിലുള്ള എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി തന്നെ കരുതിക്കൊണ്ട് ഞങ്ങൾ ഇതിന് വേണ്ട നടപടി തീർച്ചയായിട്ടും ഇന്നത്തെ കൗൺസിലിൽ സ്വീകരിക്കും.